ഒരു മൈക്രോസ്കോപ്പിക് ഡോട്ട് പോലും കളങ്കം സുബ്രഹ്മണ്യ സ്വാമിയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അത്ര ശുദ്ധനാണ്. ആ ശുദ്ധത ആ 16 വയസ്സിൻ്റെ സൗന്ദര്യത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അത്ര ശുദ്ധമാണെങ്കിൽ എന്തായിരിക്കണം? അത് തീയായിരിക്കണം. തീക്ക് മാത്രമേ അത്ര ശുദ്ധി ഉണ്ടാവുള്ളൂ. കാരണം പഞ്ചഭൂതങ്ങളിൽ ആകാശം, വായു, ജലം, ഭൂമി, ഈ 4 ഭൂതങ്ങളെയും നമുക്ക് മലിനപ്പെടുത്താൻ പറ്റും, നശിപ്പിക്കാം. ആകാശത്തിനെ ഒരു ദുഷിച്ച വിചാരം കൊണ്ട് തന്നെ നശിപ്പിക്കാം നമുക്ക്. നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് മനസ്സ് വിചാരിക്കുന്നത് പോലും ഭഗവാന് തട്ടുന്നത് കൊണ്ടാണ്. ആകാശത്തിലെ ഒരു മോശപ്പെട്ട വാക്ക് പറഞ്ഞാണ്, മനസ്സിൽ വിചാരിച്ചാണ് ആകാശം ദുഷിച്ചു. വായുവിനെ ഒരു ദുർഗന്ധം കൊണ്ട് നശിപ്പിക്കാം, അതും ദുഷിച്ചു. ജലത്തിനെ മാലിന്യമിട്ട് നശിപ്പിക്കാം, ഭൂമിയെ മാലിന്യങ്ങൾ തള്ളി നശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അഗ്നിയിൽ മാലിന്യം കൊണ്ടിട്ട് എന്താ സംഭവിക്കുക? അഗ്നി അതിനെ കത്തിച്ചു കളയും. കത്തിച്ചിട്ട് എല്ലാം നശിച്ചാലും അവശേഷിക്കണ ഭസ്മമാക്കി മാറ്റും. ഏകോവിശിഷ്ട ശിവക്കേവലോഹം, ശങ്കരൻ പറഞ്ഞത്. എല്ലാം നശിച്ചാലും അവശേഷിക്കണ ശിവനാണ് ഞാൻ. എല്ലാം നശിച്ചാലും അവശേഷിക്കുന്ന ഒരു തത്വം നമ്മുടെ അകത്തുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഭസ്മോടണത്. അങ്ങനെയുള്ള അഗ്നിയാണ് ഭഗവാൻ. സർവത്ര ശുദ്ധിയാണ്. എന്താ ശുദ്ധി എന്ന് ഞാൻ മുമ്പ് പല ലൈവിലും പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എവിടെയൊക്കെ ഭഗവാനെ കാണാൻ പറ്റണോ അതൊക്കെ ശുദ്ധം. എവിടെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ലയോ അതൊക്കെ അശുദ്ധം. നിങ്ങളെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ളൊരു വസ്തുവിൽ ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമാണ്. നിങ്ങൾക്കറിയോ, ഭഗവാൻ താരകാസുരനെ കൊല്ലാൻ പഠിച്ച ആളാണ്. ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുന്നുണ്ട് താരകനെ. അവസാനം നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൊല്ലുകയാണ്. ദേവന്മാർ ഭയക്കുന്നുണ്ട്. ദാരികൻ എങ്ങനെയാണോ അമ്മയുടെ മടിയിൽ കിടന്ന് കൊല്ലല്ലേ കാളി പറയുമ്പോൾ അമ്മയ്ക്ക് അറിയാതെ മാതൃഭാവം വന്നിട്ട് കൊല്ലാണ്ടിരുന്നു അത്ര കുറച്ച് നേരത്തേക്ക്. അപ്പോഴും ദേവന്മാർ ഓർമ്മിപ്പിച്ചപ്പോഴത്ര അമ്മ തലയേർത്തതല്ലേ. അതേപോലെയാണ് മുരുകൻ്റെ കാര്യം. ഭഗവാൻ താരകനെ കൊല്ലാനായിട്ട് പോയ മുരുകൻ അവനെ തത്വോപദേശം നടത്തി നന്നാക്കാൻ നോക്കുക. താരകനില്ലെങ്കിൽ മുരുകൻ്റെ അവതാരമില്ല. താരകനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരും കാട്ടിക്കൂട്ടണ അക്രമങ്ങൾ അത്ര ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ജനനത്തിന് വേണ്ടിയിട്ട് അത്ര കാലം ദേവന്മാർക്ക് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ജനിച്ച മകനെക്കുറിച്ച് ശിവൻ പറഞ്ഞു കൊടുക്കുന്നു, ഇവൻ പാപമില്ലാത്തവനാണ്, ഇവനിൽ രജോ ഗുണമില്ല തമോ ഗുണമില്ല, തൊട്ടിട്ടില്ല, ഇവൻ സത്വഗുണം അങ്ങനെ ഘനീഭവിച്ച് നിൽക്കണമില്ല, ഇവന് മരണമേ ഇല്ല, ഇവൻ മരിക്കില്ല, ഇവന് ദുഃഖങ്ങളുമില്ല. പരമശുദ്ധനായവന് ദുഃഖം ഉണ്ടാവില്ല. കാരണം ശുദ്ധി എന്നുള്ള നമ്മുടെ ചെറിയ വീഴ്ചകളും വലിയ വീഴ്ചകളുമാണ് നമ്മൾ ദുഃഖം എന്ന് വിളിക്കുന്നത്. ഭഗവാനിൽ നിന്ന് നമ്മൾ എപ്പോഴൊക്കെ വീഴുന്നു അതൊക്കെയാണ് നമ്മുടെ ദുഃഖം.